പറഞ്ഞു. ADPKD എന്ന് വെച്ചാൽ അഡൾട്ട് ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്നാണ് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ജനറ്റിക് ഡിസീസ് ആണ്. ഫീമെയിൽസിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ബൈലാറ്ററൽ ആണ്. കാണുന്നത് 30 വയസ്സ് എബോ ആണ്. അപ്പം ഇതെന്ന് വെച്ചാല് ന്യൂമറസ് സിസ്റ്റുകളാണ് കിഡ്നിയിൽ. ഇതിന്റെ അസോസിയേഷൻസ് എന്ന് വെച്ചാൽ ഇത് അസോസിയേറ്റ് ചെയ്ത് വെച്ച് പോളിസിസ്റ്റിക് ഡിസീസ് ഓഫ് ലിവർ വരാം, പാൻക്രിയാസ് വരാം, ലങ്സ് വരാം, പിന്നെ സർക്കിൾ ഓഫ് വില്ലിസിൽ ബെറി അന്യൂറിസംസ് വരാം. പിന്നെ അടുത്തത് പറയുന്നത് സിസ്റ്റ് എവിടെ ഫോം ചെയ്യുന്നത് അത് ജംഗ്ഷൻ ഓഫ് ഡിസ്റ്റൽ ട്യൂബ്യൂൾ ആൻഡ് കളക്ടിംഗ് ഡക്ട് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഈ സിസ്റ്റിലുള്ളത് ക്ലിയർ ഫ്ലൂയിഡ് ആയിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ബ്രൗണിഷ് ഫ്ലൂയിഡ് ആയിരിക്കും. ബ്രൗണിഷ് ഫ്ലൂയിഡ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹെമറേജ് കൊണ്ടാണ് ബ്രൗണിഷ് ഫ്ലൂയിഡ് ഉണ്ടാകുന്നത്. അടുത്ത ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ബൈലാറ്ററൽ പാൽപ്പബിൾ റീനൽ മാസ് ഉണ്ടാവും, ലോ ഇൻ പെയിൻ, ഇൻഫെക്ഷൻ, ഹൈപ്പർടെൻഷൻ, ഹെമറ്റ്യൂറിയ, യൂറീമിയ. റീനൽ മാസ് എന്ന് വെച്ചാൽ ലോബുലാർ ആണ്, ഫേം ആയിരിക്കും, മൊബൈൽ ആണ്, മൂവ്സ് വിത്ത് റെസ്പിറേഷൻ, പിന്നെ ബലോട്ടബിൾ ആയിരിക്കും, പിന്നെ റെസൊണന്റ് ബാൻഡ് ഇൻ ഫ്രണ്ട്. പിന്നെ അടുത്ത പെയിൻ എന്ന് വെച്ചാൽ ഡ്യൂ ടു സ്ട്രെച്ചിങ് കൊണ്ടുണ്ടാവുന്ന പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ടായി സിസ്റ്റിലോട്ട് പോകുമ്പോൾ ഉള്ള പെയിൻ ആയിരിക്കും. ഹെമറ്റ്യൂറിയ എന്ന് വെച്ചാൽ ഈ ഓവർ ഡിസ്റ്റൻഡ് ആയിട്ടുള്ള സിസ്റ്റ് റപ്ചർ ചെയ്യുമ്പോഴാണ് ഹെമറ്റ്യൂറിയ ഉണ്ടാവുന്നത്. അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവും, പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ് യൂറീമിയ ഉണ്ടാവുന്നത്. റീനൽ ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് പറയുന്നത് റീനൽ സെൽ കാർസിനോമ, ഹൈഡ്രോനെഫ്രോസിസ്, സോളിറ്ററി റീനൽ സിസ്റ്റ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് പറയുന്നത് അൾട്രാസൗണ്ട് എടുക്കാം, പിന്നെ ഇൻട്രാവീനസ് യൂറോഗ്രാം എടുക്കാം. അപ്പോൾ അതിനകത്ത് പറയുന്നത് സ്പൈഡർ ലെഗ് പാറ്റേൺ എന്ന് പറയും. സ്പൈഡർ ലെഗ് പാറ്റേൺ വിത്ത് ഇലോങ്ങേറ്റഡ് കംപ്രസ്ഡ് ആൻഡ് റീനൽ പെൽവിസ്, നാരോഡ് ആൻഡ് സ്ട്രെച്ച്ഡ് കാലിസസ്. അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബ്ലഡ് യൂറിയ ക്രിയാറ്റിൻ ഒക്കെ നോക്കണം. പിന്നെ യൂറിൻ ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും. പിന്നെ ട്രീറ്റ്മെന്റ് പറയുന്നത് നമ്മൾ സർജറി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും ഒരു സിസ്റ്റ് ഓവർ ഡിസ്റ്റൻഡ് ആയിട്ട് പെയിനോ ഹെമറേജ് ഒക്കെ ഉണ്ടാകുന്ന കേസിലാണ് സർജറി ചെയ്യുന്നത്. സർജറിയുടെ പറയുന്ന പേരാണ് റോസിങ്സ് ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് കിഡ്നി എക്സ്പോസ് ചെയ്യും, പിന്നെ സിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് സിസ്റ്റ് ഇവാക്യുവേറ്റ് ചെയ്തെടുക്കും അതിന്റെ കണ്ടന്റ് എല്ലാം. പിന്നെ കട്ട് എഡ്ജ് മാസൂപ്പിയലൈസ് ചെയ്യും. പിന്നെ പ്രസന്റ് ആയിട്ട് അൾട്രാസൗണ്ട് ഗൈഡഡ് ഇവാക്യുവേഷൻ ആണ് നടത്തുന്നത്. പിന്നെ റീനൽ ഫെയിലിയർ ഉണ്ടാവുന്ന കേസിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യും, ഹീമോഡയാലിസിസ് ചെയ്തിട്ട് പിന്നെ ബൈലാറ്ററൽ നെഫ്രക്ടമി ചെയ്യും, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തും. ഇത്രയാണ് സർജറിയിൽ പറയുന്നത്. ഇനി മെഡിസിനിൽ ഷോർട്ട് നോട്ട് ആണ്, അത് പറഞ്ഞുതരാം. ഇതിപ്പോ മനസ്സിലായോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അത് മെഡിസിൻ ഉണ്ട്, ഞാൻ അത് പറഞ്ഞുതരാം. ഓട്ടോസോമൽ ഇത് 2 ടൈപ്പ് ഉണ്ട്. ഓട്ടോസോമൽ ഡോമിനന്റ് ഉണ്ട്, ഓട്ടോസോമൽ റെസസീവ് ഉണ്ട്. ഓട്ടോസോമൽ ഡോമിനന്റ് ആണ് അഡൾട്ട്സിനുള്ളത്, അതുകൊണ്ട് ഇതിന് അഡൾട്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. പിന്നെ ഓട്ടോസോമൽ റെസസീവ് ആണ് ഫീറ്റസിനുള്ളത്, ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ളത്. അത് ഫേറ്റൽ കണ്ടീഷൻ ആണ്. പ്രിവാലൻസ് 1 in 1000 ആണ്. പിന്നെ ഈ സിസ്റ്റുകളൊക്കെ ലൈൻ ചെയ്തേക്കുന്നത് ട്യൂബുലാർ എപ്പിത്തീലിയം കൊണ്ടാണ് ലൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ സിസ്റ്റ് ഫോം ചെയ്യുമ്പോൾ അത് സറൗണ്ടിങ് ആയിട്ടുള്ള നോർമൽ കിഡ്നിയെ കംപ്രസ് ചെയ്യിക്കും. പ്രോഗ്രസീവ്ലി അത് ഡാമേജ്ഡ് ആവും. അങ്ങനെയാണ് റീനൽ ഫെയിലിയർ ഉണ്ടാവുന്നത്. പിന്നെ കോസ് എന്ന് പറയുമ്പോൾ മ്യൂട്ടേഷൻ ആണ്. മ്യൂട്ടേഷൻ ഇൻ PKD1 ജീൻ, PKD2 ജീൻ. അതിൽ PKD1 ജീനാണ് കൂടുതൽ, 85% PKD1 ജീനാണ്. അടുത്ത എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ഉണ്ടാവുന്നത് ഇപ്പം PKD1 മ്യൂട്ടേഷൻ ആണെങ്കിൽ 52 years ഓൾഡിലും, PKD2 മ്യൂട്ടേഷൻ ആണെങ്കിൽ 69 years ഓൾഡിലുമാണ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ഉണ്ടാവുന്നത്. പിന്നെ ഈ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉള്ള 5 to 10% പേഷ്യൻസിന് മാത്രമേ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യത്തുള്ളൂ. അടുത്ത ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത്
ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത് വൺ ഓർ ബോത്ത് കിഡ്നീസും പാൽപ്പബിൾ ആയിരിക്കും, പിന്നെ സർഫസ് നോഡുലാർ ആയിരിക്കും, പിന്നെ ഇതിന് അസോസിയേറ്റ് ചെയ്ത് വെച്ച് ഹെപ്പാറ്റിക് സിസ്റ്റ് കാണും, അല്ലെങ്കിൽ ഹെപ്പാറ്റിക് എൻലാർജ്മെന്റ് ഉണ്ടാവും, റീനൽ എൻലാർജ്മെന്റ് ഉണ്ടാവും, പിന്നെ ബെറി അന്യൂറിസംസ് ഉണ്ടാവും. ഈ ബെറി അന്യൂറിസംസ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ മ്യൂട്ടേഷൻ സംഭവിച്ച ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അതിൽ ആർക്കെങ്കിലും സബ് അരക്നോയിഡ് ഹെമറേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഈ പിന്നെ ഈ വരുന്ന പേഷ്യൻസിന് നമ്മൾ ബെറി അന്യൂറിസംസ് ഉണ്ടോ എന്ന് നോക്കണം. അത് MR ആൻജിയോഗ്രഫി വഴിയാണ് നോക്കുന്നത്. പിന്നെ റീഗർജിറ്റേഷൻ ഉണ്ടാവും, അയോർട്ടിക് റീഗർജിറ്റേഷൻ ഉണ്ടാവും. ഇതൊന്നും ലെസ് സിവിയർ ആണ്, അങ്ങനെ റെയർ ആയിട്ടേ ഉണ്ടാവത്തുള്ളൂ. അതുമല്ല വലിയ സിവിയറിറ്റി ഉണ്ടാവൂല. പിന്നെ കൊളോണിക് ഡൈവർട്ടിക് ഉണ്ടാവും, അബ്ഡോമിനൽ വാൾ ഹെർണിയ ഉണ്ടാവും. ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ മറ്റേ അതിന് ഫാമിലി ഹിസ്റ്ററി നോക്കണം. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കണം, അൾട്രാസൗണ്ട് എടുത്ത് നോക്കണം. അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സിസ്റ്റ് കാണാൻ പറ്റുന്നത് എബോ 20 ഇയേഴ്സിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഡയഗ്നോസിസ് ഉണ്ട് എന്നുവെച്ചാൽ സ്ക്രീനിങ് PKD1 PKD2 ജീൻ്റെത് അതിങ്ങനെ റീസെന്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല, റെയർ ആയിട്ട് ചെയ്യാറുള്ളൂ. പിന്നെ സബ് ഹെമറേജ് ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതുണ്ടോ എന്ന് നോക്കുന്നതാണ് MR ആൻജിയോഗ്രഫി വഴി. പിന്നെ മാനേജ്മെന്റ് പറയുന്നത് BP ഹൈപ്പർടെൻഷൻ ഉണ്ടാവില്ല, ഹൈപ്പർടെൻഷൻ കാണണം. പിന്നെ വാസോപ്രസിൻ ടോൾവാപ്പിൻ സംഭവം ഉണ്ട്, അത് വാസോപ്രസിൻ റിസപ്റ്റർ അന്റോഗോണിസ്റ്റ് ആണ്, അത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഹെമറേജും ഓവർ ഡിസ്റ്റൻഡ് ഒക്കെ ആകുമ്പോൾ നമ്മൾ സർജറി ചെയ്യും. ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് ഫിഗർ ഉണ്ട്, അത് കാണിക്കാം. ഇത് ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ നോർമൽ കിഡ്നി. താഴെ എന്താ ഇതൊക്കെയാണ് സിസ്റ്റ് ഫോം ചെയ്തേക്കുന്നത്. ഈ സിസ്റ്റ് ഫോം ചെയ്യുമ്പോൾ ഈ കിഡ്നി ചെറുതായിരുന്നു, ഇപ്പൊ ഇതങ്ങ് എൻലാർജ്ഡ് ആവും. അത് നമ്മള് ഒരു സ്പൈഡർ വെബ് പാറ്റേൺ പഠിച്ചല്ലോ, അതാണ് ഇതായി കാണുന്നത്. ഇതൊക്കെയാണ് സിസ്റ്റുകൾ, ഈ ബ്ലാക്ക് കളർ കാണുന്നത്. ഇതാണ്, ഇത് മറ്റേ ചെലന്തി വല പോലെയല്ലേ കിടക്കുന്നത്, അതാണ് സ്പൈഡർ വെബ് പാറ്റേൺ എന്ന് പറയുന്നത്. മനസ്സിലായ? ഇതാണ് ഇത് നോർമൽ കിഡ്നി, ഇത് പോളിസിസ്റ്റിക് കിഡ്നി. എൻലാർജ്ഡ് ആയിരിക്കും, നോഡുലാർ ആയിരിക്കും. ഇതാ ഈ കാണുന്നതില് ഈ സ്റ്റാർ ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ? ഈ സ്റ്റാർ ഇട്ട് കൊടുത്തേക്കുന്നത് ഇവിടെ കണ്ടോ? സ്റ്റാർ, ഈ സ്റ്റാർ കണ്ടോ? ഇതൊക്കെയാണ് സിസ്റ്റുകൾ. ഇതിന്റെ അടുത്ത ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നതാണ് തൈറോയിഡ് സിസ്റ്റ്, അബ്ഡോമിനൽ ഹെർണി ഉണ്ടാവും, ഇൻട്രാക്രേനിയൽ ബെറി അന്യൂറിസംസ് ഉണ്ടാവും, അയോട്ടിക് അന്യൂറിസംസ് ഉണ്ടാവും, പാൻക്രിയാറ്റിക് സിസ്റ്റ് ഉണ്ടാവും, ഹെപ്പാറ്റിക് സിസ്റ്റ് ഉണ്ടാവും, കൊളോണിക് ഡൈവർട്ടിക്കുല, പിന്നെ കാർഡിയാക് അബ്നോർമാലിറ്റി പറയുന്നത് AR MR, പിന്നെ റീനൽ സിസ്റ്റ് ഉണ്ടാവും. ഇതില് കണ്ടോ, ഇത് ഈ കാണുന്ന ഇതൊക്കെയാണ് സിസ്റ്റുകൾ. അല്ലാതെയുള്ള ഈ വൈറ്റ് പോർഷൻ കാണുമ്പോൾ ചെലന്തി വലയുടെ ആകൃതി കിടക്കും, അതാണ് സ്പൈഡർ വെബ് പാറ്റേൺ എന്ന് പറയുന്നത്. കംഫർട്ടിന്റെ ലോയിൻ പെയിൻ വരും. പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഹെമറ്റൂറിയ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, റീനൽ ഫെയിലിയർ, ഇതൊക്കെയാണ്.
ഇത് ടെക്സ്റ്റിലുള്ള സർജറി ടെക്സ്റ്റിലുള്ള ഫിഗർ ആണ്. ഇതൊക്കെയാണ് സിസ്റ്റ്. നോർമലി ബൈലാറ്ററൽ ആയിരിക്കും. കോമൺ കാണുന്നത് ഫീമെയിൽസിനാണ്. ഇത്രേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? ഈ സർജറി എങ്ങനെ ചെയ്യുന്ന റോസിങ് എന്ത് സംഭവം? അത് ഇതിന്റെ അകത്ത് ഇത്രേ കൊടുത്തിട്ടുള്ളടാ, ഞാൻ പറയാം. റോസിങ്സ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ആദ്യം കിഡ്നി എക്സ്പോസ് ചെയ്യും. എക്സ്പോസ് ചെയ്തിട്ട് ആ സിസ്റ്റ് ഓപ്പൺ ചെയ്യും. പിന്നെ അതിനുള്ള ഫ്ലൂയിഡ് ഇവാക്യുവേറ്റ് ചെയ്യും. പിന്നെ കട്ട് എഡ്ജ് മാർസൂപ്പിയലൈസ് ചെയ്യും. പിന്നെ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് അൾട്രാസൗണ്ട് വെച്ചിട്ടുള്ള ആസ്പിറേഷൻ ആണ് ചെയ്യുന്നത്. അത്രേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ താങ്ക് യു.